എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി നാളായി വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ കുറവൊക്കെ പരിഹരിക്കാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല തട്ടുകട സ്റ്റൈൽ ദോശ നമുക്ക് എങ്ങനെ അതിൻ്റെ ദോശ മാവ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അരി കുതിർക്കാനായിട്ട് ഇടാൻ പോവുകയാണ്. 200 ഗ്രാം പച്ചരിയാണ് ഞാൻ നമ്മുടെ ദോശ മാവ് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി അതേ ഗ്ലാസ്സിന് അത് ഞാനൊരു അളവ് കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് 7 സ്റ്റാർ റൈസാണ്. അപ്പോൾ 100 ഗ്രാം 7 സ്റ്റാർ റൈസ് കൂടി അതിനോടൊപ്പം ഇട്ട്, ഇത് ഈ 7 സ്റ്റാർ റൈസ് ഇത് കുതിർന്ന് കിട്ടാൻ നല്ല പാടാണ്. അതുകൊണ്ടൊരു 6 മുതൽ 8 മണിക്കൂർ നേരമൊക്കെ ഇത് കുതിർത്ത് വെച്ചാലേ നന്നായിട്ടിത് കുതിർന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നന്നായിട്ട് കഴുകിയിട്ടാണ് ഇത് കുതിർക്കാനായിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ദോശയ്ക്ക് വേണ്ടത് എന്താണ്? ഉഴുന്ന്. അപ്പോൾ എല്ലാവരും ദോശയ്ക്ക് ഒരുപാട് ഉഴുന്നിട്ടാലേ സോഫ്റ്റ് ആവുമെന്ന് ചിന്തിക്കും. അപ്പോൾ ഇതാ ചിന്തയെ മാറ്റിമറിച്ചുകൊണ്ട് വളരെ കുറച്ച് ഉഴുന്നിട്ടുകൊണ്ട് എങ്ങനെ ദോശ സോഫ്റ്റാക്കി മാറ്റാം. അപ്പോൾ വളരെ കുറച്ച് ഒരു പിടി ഉഴുന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു 50 ഗ്രാമോളം ഇല്ല, അത്രയും ഉഴുന്നാണ് ഞാൻ ഈ ദോശമാവ് തയ്യാറാക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. ഉഴുന്നും അതുപോലെ തന്നെ നന്നായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ കുതിർക്കാനായിട്ട് വെക്കേണ്ടത്. അരി ഏറെ നേരം വേണം, ഉഴുന്നിന് ഒരു 3 മണിക്കൂർ ഉഴുന്ന് കുതിർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കണം. ആ ഉലുവയാണ് കണ്ടോ, ഒരു നുള്ള് ഉലുവ, ഒരു 1/2 സ്പൂണൊക്കെ കാണും, ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂൺ ഉലുവ കൂടി ഇട്ട് ഇനി നമുക്കിതിനകത്തൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ വേണം. എന്താണെന്നറിയാമോ? ചോറ്. 3 സ്പൂൺ ചോറ് അതും ഇട്ടു. അതും കൂടെ അവിടെ നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ അരി കുതിർക്കാൻ വെക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ 6 മുതൽ 8 മണിക്കൂർ വരെ അരി കുതിരണം, 3 മണിക്കൂർ ഉഴുന്നും കുതിർന്ന് കിട്ടണം. കണ്ടോ? അപ്പോൾ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്, അരിയും കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരി ഇട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉഴുന്നിട്ടാൽ മതി. അപ്പോൾ നമുക്കിനി അത് മിക്സിയിൽ അരച്ചെടുക്കാം. ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉഴുന്ന് ഒരു പിടി ഉഴുന്നേ ഉള്ളത് കൊണ്ട് ഒരു പ്രാവശ്യം അരച്ചെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഉഴുന്ന് ഒരുമിച്ചിട്ട് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒറ്റ പ്രാവശ്യം തന്നെ അതിന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഉഴുന്ന് കുതിർക്കാൻ ഉപയോഗിച്ച് അതേ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. ആ വെള്ളം കളയണ്ട, കാരണം നന്നായിട്ട് കഴുകി വെച്ച ഉഴുന്നായതുകൊണ്ട് ആ വെള്ളം തന്നെ എടുത്ത് നമുക്ക് ഈ ഉഴുന്ന് അരയ്ക്കാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്ന് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരി 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. പകുതി ചോറും പകുതി അരിയിട്ട് ആദ്യം അരയ്ക്കാം. അതിനുശേഷം രണ്ടാമത് ബാക്കി ചോറും ബാക്കി അരിയിട്ട്, അങ്ങനെ 2 ബാച്ചായിട്ട് നമുക്കത് അരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നും അരിയും എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. തവി വെച്ചൊന്ന് മിക്സ് ചെയ്താൽ പോരാ, കൈ വെച്ച് തന്നെ നന്നായിട്ടത് ഇളക്കി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കാരണം വളരെ കുറച്ച് ഉഴുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഉഴുന്ന് നന്നായിട്ട് ഇളകി വരണം. പിന്നെ ഇത് നമുക്കിത് അടച്ച് വെക്കാം. പിന്നെ ഇത് നന്നായിട്ട് പുളിച്ചതിന് ശേഷം നമ്മൾ രാവിലെ ആണല്ലോ ദോശ, കണ്ടോ, രാവിലെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇത്രയ്ക്ക് മാവ് പൊങ്ങി വന്ന് നിൽപ്പുണ്ട്. കണ്ടോ, മാവ് ഇങ്ങനെ കുതിർന്ന് പൊങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ നല്ല പുളിച്ച് പൊങ്ങുക എന്ന് പറയും. പുളിച്ച് പൊങ്ങുമ്പോൾ തന്നെ ദോശ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നാണ് അതിൻ്റെ ഒരർത്ഥം. അപ്പം ഞാൻ ആ മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ ആ ഒരു മൃദുത്വം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഈ കുറച്ച് ഉഴുന്നിട്ടിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നമുക്ക് ഉഴുന്നും ലാഭിക്കാം, നല്ല രുചികരമായ ദോശ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുകയും ചെയ്യാം. കണ്ടോ, നല്ല മാവാണ്. ഉഴുന്ന് കുറഞ്ഞു പോയി ഒന്നും ആശങ്കപ്പെടുകയേ വേണ്ട. കണ്ടോ, ഉഴുന്ന് തോനെയിട്ട് അരച്ച മാവിനേക്കാൾ സോഫ്റ്റായിട്ട് കിട്ടും. ഇത് ഞാനൊരു നുള്ളു നെയ്യും കൂടെ കൊച്ചുക്കും കൊടുക്കാൻ വേണ്ടി ഒഴിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളി തട്ടുകട സ്റ്റൈൽ ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദോശ തയ്യാറാക്കാൻ ഇനി ഒരുപാട് ഉഴുന്നൊന്നും വാരിയിടണ്ട. വളരെ എളുപ്പത്തിൽ, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ രുചികരമായ ദോശ നമുക്ക് തയ്യാറാക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇതിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ചമ്മന്തി.
അതിനായിട്ട് കൊച്ചുള്ളി, പച്ചമുളക്, പിന്നെ ഒരു പിടി തേങ്ങ. കുറച്ച് ചമ്മന്തിയേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പിടി തേങ്ങയും ഒരു 3-4 കൊച്ചുള്ളി. ഇനി ഇതിനകത്ത് ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂൺ ഉഴുന്ന് നന്നായിട്ട് കുതിർത്ത് കഴുകി വാരി എടുത്തത്. കണ്ടോ? മിക്സിയിലിട്ട് ഇതെല്ലാം കൂടെ അരച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രുചികരമായ സ്വാദിഷ്ടമായ ചമ്മന്തിയും റെഡി. അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ ഒന്ന് ദോശ തയ്യാറാക്കി നോക്കിക്കോളൂ. താങ്ക് യു. ബൈ ബൈ.